അങ്ങനെ ഞങ്ങൾ ഇന്ന് പാരീസിലെ ഫസ്റ്റ് ഡേ ആണ്. പാരീസ് വിസിറ്റിംഗ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നടന്ന് ഒരു 10 മിനിറ്റ് വാക്കുണ്ട്. ലൂവർ മ്യൂസിയത്തിൽ വന്നേക്കണതാണ്. എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞൂടാ. ലൂവർ എന്നാണോ എന്നാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന്. എനിവേ നമ്മൾ പല പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡാവിഞ്ചി കോഡ് അങ്ങനെ കുറേ സിനിമയിൽ കണ്ടേക്കുന്ന ഒരു ഐക്കോണിക് പ്ലേസാണ്. ഈ ചുറ്റും കാണുന്നതാണ് മ്യൂസിയം. പക്ഷേ ഇതാണ് ലൂവർ മ്യൂസിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ നമ്മൾ കാണുന്നത് ഇതാണ് സംഭവം. അടിപൊളി. ഇന്ന് സാറ്റർഡേ മാർച്ച് 23 ഞങ്ങൾ രാവിലെ ഇറങ്ങിയേക്കണതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നോട്ടർഡാം, സെൻറ്റ് ചാപ്പൽ, കോൺസിയർജ്, ലക്സംബർഗ് ഗാർഡൻ ഇവിടെയൊക്കെ പോകാനായിരുന്നു പ്ലാൻ. സോ വി ആർ ഓൺ ദ വേ. ഇത് ഞങ്ങൾ ഒരു ബ്രിഡ്ജ് പോണ്ടോ ഷാൻജ് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിഞ്ഞൂടാ. റിവർ സെൻറ്റ് സൈഡിൽ കാണാം. നോട്ടർഡാമിൻ്റെ അടുത്തിരുന്ന് പാട്ട് കേൾക്കണേ. ഇത് പാൻതിയനാണ്. ഇത് 1700-ൽ പണിതാണ്. ഇതിൻ്റെ മീനിങ് ടെമ്പിൾ ഓഫ് ഓൾ ഗോഡ്സ്. 1750s ആ ടൈമിൽ പണിതാക്കുന്നതാണ് പാൻതിയൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കം ലെറ്റ്സ് ഗോ. ചെറുതായിട്ട് ഇവിടെ ഒരു മഴയുണ്ട്. വി ആർ ഇൻസൈഡ് ദി പാൻതിയൻ. അങ്ങനെ കുറേ പെയിൻറ്റിങ്സും ഇതൊക്കെ ഉണ്ടോ. ഇത് സെയിൻറ്റ് ഡെന്നിസിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫേമസ് ക്രെപ്സ് കഴിക്കാൻ വന്നേക്കണതാണ്. പിന്നെ എല്ലാവരും പല പല ഡിഫറെൻറ്റ് ടൈപ്പാണ് എടുത്തേക്കണത്. ഇവരൊക്കെ ഡിസേർട്ട് ക്രെപ്സ് എടുത്തേക്കണത്. ഞാൻ എടുത്തേക്കണ സ്പിനച്ച്, മുട്ട, ഹാം അതൊക്കെ ഉള്ള ക്രെപ്സ്. ഞങ്ങൾ ലൂവർ രാത്രി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് നടക്കാമെന്ന് ഓർത്താണ്. നല്ല രസമുണ്ട് ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് ഇട്ടേക്കണത്. ചെറിയ മഴയുണ്ട് പുറത്ത്. പിന്നെ ലൂവർ പിരമിഡ്. അടിപൊളി. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. സാക്രഡ് കോർ ബസിലിക്കയുടെ നല്ല തിരക്കാണ് ഇന്ന്. ഓശാനൻ്റെ കുർബാനയൊക്കെ ഉള്ളതാണ്. ഉള്ള ആൾക്കാരാണ്. ഫുൾ ആൾക്കാരിങ്ങനെ ലോക്ക് ഇട്ടേക്കണതാണ്. അവരുടെ പേരൊക്കെ എഴുതി ഇവിടെ. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഫുൾ പാരീസ് കാണാം. അടുത്ത് ഞങ്ങൾ മോണ്ട്മാർട്ടിൽ നിന്ന് പ്ലാസ് ഡി വോഷിൽ വന്നേക്കണതാണ്. ഇത് ഫസ്റ്റ് പ്ലാൻ സ്ക്വയർ ഇൻ ദ വേൾഡാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്ക്വയറൊക്കെ കാണുന്ന ഒരു ഗാർഡന് ചുറ്റും ബിൽഡിങ്സ്.
Hey, Aaron, don't stand up. It says no standing. Psych. ഇത് സെൻറ്റർ പോംപിഡു എന്ന് പറയും. ഒരു കൾച്ചറൽ സെൻറ്റർ, മ്യൂസിയം, ആർട്സ്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. മുകളിൽ നടന്നു പോവാം. ഞങ്ങളെന്തായാലും ഇപ്പോൾ പോകണില്ല. അവിടെ ഒരു സ്വകാര്യം പറിച്ച് We are in the streets of the 4th famous street right now. I'm taking a vlog. It is pretty warm outside. I'd say about 60 degrees or so. ഇത് 16th സെഞ്ച്വറിയിൽ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഡിസ്ട്രോയ് ആയ ഒരു ചർച്ചാണ് സെൻറ്റ് ജാക്വേസ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്, 5 മിനിറ്റ് വാക്ക്. ചെറിയ ഗാർഡനുമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, റെസ്റ്റ് എടുക്കണേണ്. ഐഫൽ ടവർ എല്ലാ രാത്രിയിലേക്ക് കഴിഞ്ഞാൽ എവരി 1 hour ട്വിങ്കിൾ ചെയ്യും. അതാണ് പറയുന്നത്. അങ്ങനെ ഇന്ന് മൺഡേ 25th ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയാണ് നോട്ടർ ഡാം കാണാനുള്ള. ഞങ്ങളൊരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ നടക്കണേ. സെൻറ്റ് റിവറിൻ്റെ സൈഡിൽ നടക്കണേ. ഇവിടുത്തെ നോട്ടർ ഡാം കാണാം. ആൾക്കാരൊക്കെ രാവിലെ ഇരുന്ന് ചായയും ഒക്കെ കുടിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു സെയിൻറ്റ് ജെർമെയിൻ ചർച്ചാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ചർച്ച, നല്ലൊരു പള്ളിയാണ്. ഇത് പാലസ് ഡി റോയലാണ്, ഒരു ഫേമസ് പണ്ടത്തെ ഫ്രഞ്ച് റോയൽ പാലസാണ്. ഇൻഡോ 1600s പണിത്. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കല പണി. Is this sauce? ഇത് വേറൊരു ഇൻഡോർ പാസേജാണ്. ഇവിടെ ഫുൾ
അപ്പുറത്തും ഇപ്പുറത്തും റെസ്റ്റോറൻറ്റ്സൊക്കെ. പഴയ സ്ഥലമാണ്, എന്തോ 1700s എന്തോ ഉള്ള പാസേജാണ്. ഞങ്ങൾ ആർ സ്ട്രീറ്റ് ട്രയംഫിൽ നടക്കുന്നതാണ്. ഈ വലിയ സ്ട്രീറ്റ് കാണുന്നതാണ് ചാംസ് എലിസീസ്. ഇത് ബേസിക്കലി ഫ്രാൻസിലെ ഏറ്റവും വലിയ ഒരു സ്ട്രീറ്റാണ്. അവരുടെ പരേഡുകൾ എല്ലാം നടക്കുന്ന സ്ഥലമാണ്. ഫോർ എക്സാമ്പിൾ ഫ്രാൻസ് വേൾഡ് കപ്പ് സോക്കർ ജയിച്ചപ്പോൾ അവരുടെ ടീം ഈ റോഡിൽ കൂടെയാണ് നടന്നത്. ചാംസ് എലിസീസ്. അവിടെ നമ്മളിപ്പോൾ വന്ന വഴി എന്താ ആർ സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഒലിവ് ട്രീ കാണാം, അവിടെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും. പിന്നെ ഇവിടെ നിറച്ച് സൈക്കിളുകാർ, എല്ലാവരും കുറേ പേരുണ്ട് സൈക്കിളിൽ പോണത്. ട്രാഫിക്കൊക്കെ, കാറും റോഡൊക്കെ ചെറുതാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് സൈക്കിളിൽ പോണത് കണ്ടോ. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തോരം ആൾക്കാരാണ് സൈക്കിളിന് പോണത്. ഇവരൊക്കെ ഡെയിലി ജോലിക്കും ഒക്കെ പോകുന്ന ആൾക്കാരാണ്, കമ്മ്യൂണിറ്റാണ്. പിന്നെ രാവിലെ ഒരു 9 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കണേ കണ്ടത് അടുത്ത ആൾ സൈക്കിളിൽ പോകണം. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു സാൻഡ്വിച്ച് ആൻഡ് പേസ്ട്രി കടയിൽ വന്നേക്കണയാണ്. ബ്രെഡൊക്കെ എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ പോയി നോക്കിയാകത്ത കണ്ടോ. ഇവിടെ കുറേ സബ്സ്, മുകളിൽ മക്രോ, ഒരു ക്രോസാൻഡ്, ബേക്കൺ ക്രോസാൻഡ്. എന്താ മോളെ, നമുക്കതല്ലേ വേണ്ടേ, ആ സാധനമല്ലേ വേണ്ടേ. ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ഇതാ ഇന്നലെ മേടിച്ചപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ക്രോസാൻഡിനകത്ത് ബേക്കണും അങ്ങനെ എന്താണ്ടൊക്കെ അല്ല, പല ടൈപ്പ് സാൻഡ്വിച്ച്. എവലിന് ഇഷ്ടമുള്ള സാധനം ഇതാ മാക്രോ. ഞാൻ അകത്ത് പോയി നോക്കട്ടെ. കടേൻ്റെ ഇവിടെ ഫുൾ പേസ്ട്രീസാണ് കണ്ടോ. ചോക്ലേറ്റ് എക്ലെയർ ആയിരിക്കണത്. സാറ് ചോദിച്ചില്ല, സ്വീറ്റ് ഉള്ളതും ഉണ്ട്, അല്ല ക്രീം ഉള്ളതും ഉണ്ട് കണ്ടപ്പോൾ. ഇതിലൊക്കെ ക്രീമുണ്ട്. ഇത് കസ്റ്റർഡ് പോലത്തെ സാധനം. ഉണ്ടോ, അശ്വതിക്ക് നന്നായിട്ട് ഓർഡർ ചെയ്യാൻ അറിയാം. നോ ഓൺലി ടൊമാറ്റോ. നമ്മുടെ മാഡിലിൻ ഡോണട്ടുകൾ, താഴെ ബ്രെഡ്. പിന്നെ ഇവിടെ കുറേ ബ്രെഡുകൾ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അകത്തിരിക്കാൻ സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് റെഡി അപ്പോൾ കൂടെ ബാഗിലുണ്ട്. ഇവിടുത്തെ യൂറോസ്റ്റാറൊക്കെ വന്ന ട്രെയിൻ സ്റ്റേഷനാണ് പാരീസ് ഗരെ ഡു നോർഡ്. ഞങ്ങളിന്ന് രാവിലെ ബ്രസൽസിലേക്ക് പോകാനായിട്ട് റെഡി ആവണയാണ്. ഞാനൊന്ന് മുകളിലേക്ക് വന്നതാണ്. ഈ സ്റ്റേഷനിൽ കണ്ട എല്ലാം ഒരേ ടെർമിനലാണ്, ഒരേ ഗേറ്റ്. ട്രെയിൻ പോണ റെഡാണ്, അവിടെ കിടക്കുന്ന റെഡാണ് യൂറോസ്റ്റാർ. ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും വരും. ഓരോ ട്രെയിനുകൾ പോണേ പല പല സ്ഥലത്തേക്ക്. ഞങ്ങളുടെ ടെർമിനൽ 9 ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. കോച്ച് 7 ഇതിപ്പോൾ 3 ആണെന്നാണത്. അങ്ങനെ ഞങ്ങളുടെ 7 എത്തി. കോച്ച് 7 എത്തി. അങ്ങനെ ഞങ്ങൾ യൂറോസ്റ്റാറിൽ പോയിക്കൊണ്ടിരിക്കണതാണ്. എല്ലാവരും ഫുഡ് അടിയൊക്കെ തുടങ്ങി. ഞാൻ ഹോംവർക്കും ചെയ്യണതാണ്. ഞങ്ങൾ ഇന്ന് ബ്രസൽസിലെത്തി. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ ഗ്രാൻഡ് പ്ലേസിൽ വന്ന്. ഇത്
ബ്രസൽസിലെ ഒരു മോസ്റ്റ് സെൻട്രൽ സ്പോട്ടാണ് ഗ്രാൻഡ് പ്ലേസ്. ഏറ്റവും ഫേമസ് സ്പോട്ടാണ് ബ്രസൽസിലെ. ഒരു വലിയ സ്ക്വയറാണ് ഇവിടെ. ബേസിക്കലി ഈ സ്ക്വയർ 11th സെഞ്ച്വറിയിൽ പണി തുടങ്ങിയതാണ്. 17th സെഞ്ച്വറിയിൽ തീർന്നത്. അതിൻ്റെ ഇടയിൽ വാറ് കുറേയൊക്കെ ഡിസ്ട്രോയ് ആയി 16th സെഞ്ച്വറിയിൽ. അതിൻ്റെ റീബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു ഭയങ്കര ഒരു യുണീക്ക് സ്ഥലമാണ്. ഈ ഗോൾഡ് ഇതില്ല ബിൽഡിങ്ങിൽ, അത് ഭയങ്കര ഫേമസ് ആണ്. ചുമ്മാ ഇതിൽ കൂടെ ആൾക്കാർ നടക്കും. കുറേ റെസ്റ്റോറൻറ്റ്സും കടകളൊക്കെ അവരുടെയൊക്കെ. എല്ലാവരും ഫ്രൈസൊക്കെ മേടിച്ച് ബ്രസൽ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കണതാണ്. നല്ലൊരു നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല, കുറച്ചുകൂടി സ്പേഷ്യസാണ് ഫ്രാൻസ് വെച്ച് പാരീസ് വെച്ച് നോക്കും. നോക്കട്ടെ ഫ്രൈസ്. ഇതാ ഞങ്ങൾ മേടിച്ച ഫ്രൈസ്. ഓൾമോസ്റ്റ് തീർന്ന. ഇതൊരു ആൻഡലൂസ് എന്ത് സോസാ? ഇതെന്താ? ടാർട്ടർ സോസ്. ഇത് ബ്രസൽസിലൊരു ഭയങ്കര ഫേമസ് സംഭവം. മാനിക്കൻ പെസ് എന്ന് പറയും ഇതിന്. ബേസിക്കലി എന്ന് 16th സെഞ്ച്വറിയിൽ എന്തോ പണിതാണ് ഇത്. അതിൽ പല പല കഥകളുണ്ട്. വലിയ ഒക്കേഷനൊക്കെ ഇതിനൊക്കെ അവർ ഡ്രസ്സ് ഇടിപ്പിക്കും. ഇപ്പോൾ ക്രിസ്മസിന് അങ്ങനത്തെ ഡ്രസ്സ്, അങ്ങനെ ഓരോരോ പല ഡ്രസ്സൊക്കെ ഇടിപ്പിക്കും. അല്ലാത്തപ്പോൾ അവനെങ്ങനെയാണ് അവൻ്റെ സംഭവം. മാനിക്കൻ പെസ്. നിറച്ച ആൾക്കാരെ ഇവിടെ ഇത് കാണാനായിട്ട്. എന്തായി മോളെ, കണ്ടല്ല? ഫേമസ് വാഫിൾസല്ലോ ലേ ഫ്ലംബോൾ. ഓ രക്ഷയിലല്ല. ഇല്ല ചോക്ലേറ്റ് ഉണ്ടല്ലേ, എടുത്തോ. ഉണ്ട് അവിടെയൊക്കെ വാഫിൾ ഉണ്ടാക്കുന്നുണ്ട്. താങ്ക് യു. വാഫിൾ മേടിച്ചിട്ട് തിരക്കൊന്നും വേണമെങ്കിൽ നീങ്ങാം. ഈ സ്ഥലത്തിൻ്റെ പേര് മൗണ്ടൻ ഓഫ് ആർട്സ്. ബേസിക്കലി കുറച്ച് റേസ്ഡ് സ്ഥലമാണ്. ഗാർഡൻ പോലത്തെ സ്ഥലം, ചുറ്റും മ്യൂസിയവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് സിറ്റി താഴെയാണ്. അവിടെ നമ്മൾ ബ്രസൽസിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണതാണ്. ബ്രെഡ്, മുട്ട, ബട്ടർ, സോസേജ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ക്രോസാൻഡുകൾ, ബ്രെഡ്, ചിപ്സ്, എല്ലാ സാധനങ്ങളും. ഇന്ന് ഞങ്ങൾ ബ്രൂഷിലേക്ക് പോകുന്നതാണ്. ഇന്ന് എന്ത് ദിവസം? വെനസ്ഡേ ആണ്. 27 വെനസ്ഡേ ബ്രൂഷിലേക്ക് പോകുന്നതാണ്. ബെൽജിയം ലോക്കൽ ട്രെയിൻ. ഞങ്ങൾ ബ്രൂഷിലിറങ്ങി
ബ്രൂസ് സിറ്റിയിലേക്ക് നടക്കണതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഈ സ്ട്രീമിൻ്റെ സൈഡിൽ കൂടെ നടക്കണം. നല്ല ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നടന്നാൽ നേരെ പോകണം. കീപ്പ് വാക്കിംഗ് ഗൈസ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ സിറ്റിയിലെത്തും. അങ്ങനെ ഞങ്ങൾ ബ്രൂഷിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു മിൻ വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു ബ്രിഡ്ജിൽ കൂടെ ഞങ്ങൾ നടക്കണതാണ്. നമ്മൾ അങ്ങോട്ടാ പോകണേ, ബ്രൂഷ് സിറ്റി. അതായിരിക്കും ചിലപ്പോൾ നമ്മൾ പോണ സ്ഥലം. വാവ്, കണ്ടോ സ്വാൻസ്. എന്തോരം സ്വാനുകളാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ക്രൂസിന് ഇങ്ങനെ പോവാം, ഗൈഡഡ് ടൂറൊക്കെ. ഒരു ചോക്ലേറ്റ് കടയിൽ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പല പല ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ. ബോക്സിലാണെങ്കിൽ ബോക്സിൽ എങ്ങനെ വെള്ളം കിട്ടും. എന്തെങ്കിലും ടേസ്റ്റ് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. യെപ്പ്, താങ്ക് യു, ബൈ ബൈ. ഒരു ബോട്ട് ജെട്ടി പോലത്തെ ഒരു സ്ഥലമാണ്. Did he just say this is a place like Boulangerie? Stop recording! നമ്മളൊരു ഒരു ബോട്ട് ജെട്ടി പോലത്തെ സ്ഥലം. ഇത് ബ്രൂഷിലെ സിറ്റി ഹാളാണ് ഈ ബിൽഡിംഗ്. ഇതൊരു സ്ക്വയർ പോലത്തെ ഒരു സ്ഥലമാണ്. കുറേ ഏൻഷ്യൻ ബിൽഡിങ്സ്, കുതിരവണ്ടീസ്. You don't chocolate? What are you recording? Yeah. ഇവിടുത്തെ ബെൽ ടവറാണ്, ബെൽഫ്രി ഓഫ് ബ്രൂഷ്. ഇതിവിടുത്തെ ഒരു സ്ക്വയറാണ്, ഏറ്റവും വലിയ മാർക്കറ്റ് സ്ക്വയർ. ഇത് പ്രൊവിൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഇവിടെ അവരുടെ സിറ്റി കോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് സ്ക്വയറിൽ കുറേ ഫുഡ് ഐറ്റംസ്, ചീസ്, അതും ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്.
ഇത് ഞങ്ങളിപ്പോൾ ഗെൻറ്റിൽ വന്നേക്കണതാണ്. വേറൊരു സിറ്റിയാണ് ബെൽജിയത്തിലെ നിയർ ബ്രസൽസ് ട്രെയിൻ എടുത്ത്. ഇത് ബെൽ ടവറാണ്, ഗെൻറ്റിലെ ബെൽ ടവറാണ്. 1300s ഉണ്ടാക്കിയതായി ബെൽ ടവർ. ഗെൻറ്റിൽ കുറേ പള്ളികളുണ്ട്. ഇത് സെയിൻറ്റ് ബാവോസ് കത്തീഡ്രൽ. ഇവിടെ ഒരു സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ ഒരു പള്ളിയായിരുന്നു 900s. അത് കഴിഞ്ഞിട്ട് ഇവിടെ അവിടെയാണ് ഈ കത്തീഡ്രൽ 1300s പെടുന്നേക്കണം. പിന്നെ അതാണ് നമ്മൾ നേരത്തെ കണ്ട സെൻറ്റ് നിക്കോളസ് ചർച്ച്. ഇത് ക്ലോക്ക് ടവർ, കെൻറ്റിലെ ക്ലോക്ക് ടവർ. നല്ലൊരു സെൻ്ററാണ്. ഇങ്ങനെ കുറേ പള്ളികളും കുറേ ഹിസ്റ്റോറിക് ബിൽഡിങ്സൊക്കെ ഉള്ള സ്ഥലം. ഈ സ്ട്രീറ്റിൻ്റെ പേര് ഗ്രഫിറ്റി സ്ട്രീറ്റ് എന്നാണ്. ഫുൾ സ്ട്രീറ്റ് ഇതുപോലെ ആൾക്കാർ വരച്ചേക്കണം. ഒരാൾ വരച്ചോണ്ടിരിക്കണ്ട അവിടെ. സോറി. സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെ വരച്ചേക്കണതാണ് ഗ്രഫിറ്റീസ്. ഞാൻ ഗ്രഫിറ്റീൻ്റെ പുറത്തായിരിക്കണം അത് പുതിയതാണെങ്കിൽ. ഫോട്ടോ വെച്ച് ജൊഹാന എടുക്കാം. ഇതിവിടെ വേറൊരാൾ വരച്ചോണ്ടിരിപ്പുണ്ട്. കണ്ടോ? ഇതൊരു കാസലാണ്, ഗ്രവൻസ്റ്റീൻ കാസൽ. 1100s പണിതാണ്. പിന്നെ ഇത് പ്രിസൺ, കോർട്ട്, അങ്ങനെ പല ഇതായിട്ട് റീപർപ്പസ് ചെയ്തിട്ടുണ്ട്. ഇത് ഗെൻറ്റിൽ തന്നെയാണ് ഈ സ്ഥലം, ഗ്രവൻസ്റ്റീൻ കാസൽ. അകത്തേക്ക് പോകാം, പക്ഷേ ഞങ്ങൾ ലേറ്റായി വൈകുന്നേരം, അതുകൊണ്ട് പോണില്ല അകത്തേക്ക്. ജൊഹാന എവലിന് ഇവിടെ റെസ്റ്റ് എടുക്കണേണ്. ഒരു ചെറിയ സ്ക്വയറാണിത്. റെസ്റ്റോറൻറ്റ്സും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഗ്രാസ്ലി തന്നെ. ഈ റിവറിൻ്റെ രണ്ട് സൈഡും രണ്ട് സിറ്റിയാണ്. ഇത് ഗ്രാസ്ലി എന്ന് പറയുന്നത്. ഈ സൈഡ് കൊറിനിലെ, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് പറഞ്ഞിവിടെ. ഇനി ഇവിടെ ഇങ്ങനെ ബോട്ട് ഡോക്കൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ബോട്ടിൽ കയറി പോവാം. എന്താണ് ഇവിടെ? എന്താ നിങ്ങൾ ചെയ്യണം? ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങിക്കണയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ നടക്കണേ ഇങ്ങനത്തെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഭയങ്കര ഹാപ്പനിങ്ങാണ്. പക്ഷേ ജസ്റ്റ് നടന്നു നോക്കാം ഇതിൽ കൂടെ. ഗ്രാൻഡ് പ്ലേസ് ഞങ്ങൾ രാത്രി വന്നേക്കണതാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയേക്കണം. എല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടോ അല്ലേ? ഭയങ്കര അടിപൊളിയാണ്.
ഇത് സെൻറ്റ് മൈക്കിൾ ആൻഡ് സെൻറ്റ് ഗുഡൂള ചർച്ചാണ് ബ്രസൽസിൽ. ഞങ്ങളുടെ താമസ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത നല്ലൊരു പള്ളിയാണ്. പുറത്തുനിന്ന് തന്നെ വലുതാകത്ത് പോയിട്ടില്ല ഞങ്ങൾ. അകത്ത് പോയി നോക്കാം. ഭയങ്കര വലിയ പള്ളിയാണ്. സെൻറ്റ് മൈക്കിള് ഡ്രാഗൺ നെക്കിലാണത്. ഈ പള്ളി 11th സെഞ്ച്വറിയിൽ തുടങ്ങിയതാണ്. 15th സെഞ്ച്വറിയിൽ കംപ്ലീറ്റ് ആയത്. ഇത് ഇവിടുത്തെ നല്ലൊരു ഫേമസ് ഒരു ടൈപ്പ് ക്യാൻഡിയാണ്. ഇതിനകത്ത് എന്തോ ഉണ്ട്, എന്തോ ഒരു ഇതിനകത്ത് എന്താണ് എന്താ മോളെ ഇതിനകത്ത് ചോക്ലേറ്റോ എന്തോ ഉണ്ട് ഇതിനകത്ത്. പല പല ഫ്ലേവേഴ്സ്. ഇത് സാധാരണ ഗെൻഡിലാണെന്നാണ് ഇത് ഫേമസ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഗെൻഡിൽ കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ബ്രസൽസിൽ കഴിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആ മേടിച്ച സാധനം ടേസ്റ്റ് ചെയ്യണ എൻ്റെ ഒരു ഉന്മേഷത്തിലാണ് എല്ലാവരും. കഴിച്ചോ? എന്താ ഇതിനകത്ത്? കഴിച്ചോ? നല്ലല്ലേ? അതിൻ്റെ ഇൻസൈഡ് നോക്കട്ടെ, അതിനകം നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെത്തി. യൂറോസ്റ്റാറിൽ നിന്ന് ലണ്ടൻ സെയിൻറ്റ് പാൻക്രാസ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ എക്സിറ്റിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ലണ്ടനെത്തി. ബിഗ് ബെന്നിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണ ബിഗ് ബെൻ, വെസ്റ്റ്മിനിസ്റ്റർ ആബി. ഭയങ്കര തിരക്കാണ് ലണ്ടനിൽ. ഞങ്ങളിപ്പോൾ ചുമ്മാ ഇവിടെ കറങ്ങണയാണ്. ആണ് വെസ്റ്റ്മിനിസ്റ്റർ ആബിയുടെ മെയിൻ ഫ്രണ്ട്. Where's Evelyn? റിവർ തേംസ് സൈഡിൽ കൂടെ നടക്കണതാണ്. അവിടെ ബിഗ് ബെന്നിൽ 1:30 സമയം അടിക്കണം. അത് വെസ്റ്റ്മിനിസ്റ്റർ പ്ലേസ്, വെസ്റ്റ്മിനിസ്റ്റർ ആബി, വെസ്റ്റ്മിനിസ്റ്റർ പാലസ്. പിന്നെ ഇവിടെ ലണ്ടനായി വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജിൽ കൂടെ ആയി നടക്കണത് ഞങ്ങൾ. നല്ല കാറ്റുണ്ട്. അപ്പോൾ തൊപ്പി എടുത്തിട്ട് കുറേ ബിഗ് ബെൻ കാണാം. അപ്പുറത്താ ലണ്ടൻ ട്യൂബ് സിസ്റ്റം യൂസ് ചെയ്യണതാണ്. അതായത് അവരുടെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയും, പക്ഷെ എല്ലാവരും ട്യൂബ് എന്നാണ് പറയണത്. ബേസിക്കലി മെട്രോ വെസ്റ്റ് ബൗണ്ട്. ഇസ് ദിസ് ദ വൺ? വെയിറ്റ് ചെയ്യാം, അടുത്തതിന് പോകാൻ ഓർത്ത്. കുറച്ച് തിരക്ക്. ഇതാണോ വെസ്റ്റ് ബൗണ്ടാണോ?
അങ്ങനെ ഇന്ന് രാത്രി ഞങ്ങൾ ക്വിക്കായിട്ട് ഒരു ഗുഡ് ഫ്രൈഡേ മാസ് കാണാൻ പോയി പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് ഓൺ ദ വേ ഞങ്ങളൊരു പിസ്സ ടു ഗോ എടുത്തിട്ട് റൂമിലേക്ക് പോകണേ, ഹോട്ടലിലേക്ക്. This is Blackfriars. This is a district line train to Upminster. The next station is Mansion House. ഇതാണ് ടവർ ഓഫ് ലണ്ടൻ ബ്രിഡ്ജ്. തെംസ് റിവർ. അത് ആ ബിൽഡിങ്ങിൻ്റെ പേര് ഷാർഡ് എന്നാണ്. അതിൻ്റെ ഗ്ലാസ് ഈ ആർക്കിടെക്ചർ ഭയങ്കര ഫേമസ് ആണ്. ഇതൊക്കെ ടവർ ഓഫ് ലണ്ടൻ്റെ ഒരേ ഭാഗങ്ങളാണ്. ഇതാണ് ടവർ ഓഫ്, അത് ബ്രിഡ്ജാണ്. ദാറ്റ് ഇസ് ദ ടവർ ഓഫ് ലണ്ടൻ ബ്രിഡ്ജ്. ദാറ്റ് ഇസ് ദ ടവർ ഓഫ് ലണ്ടൻ. ഇതാണ് ടവർ ഓഫ് ലണ്ടൻ. ഇവിടെ ആയിരുന്നു കുറേ ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. കാസൽ, പണ്ട് റോയൽ മജസ്റ്റി ആൾക്കാരൊക്കെ താമസിച്ച സ്ഥലം. അങ്ങനെ ഇപ്പോഴും കുറേ ക്രൗൺസ്, ജുവല്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ അതിനകത്ത് പോകണില്ല. നല്ലൊരു വ്യൂ ആണ് ടവർ ബ്രിഡ്ജിൻ്റെ. തെംസ് റിവറിൽ കൂടെ ബോട്ടുകളൊക്കെ പോകണം. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ കൂടെ നടക്കണതാണ്. ഇതാണ് ഫേമസ് ലണ്ടൻ ബ്രിഡ്ജ്. ഭയങ്കര അടിപൊളി ബ്രിഡ്ജൊന്നുമല്ല. നമ്മൾ ആ ബ്രിഡ്ജ് വെച്ച് നോക്കുമ്പോൾ ബേസിക്കലി ആ ബ്രിഡ്ജാണ് നമ്മൾ നേരത്തെ കണ്ട ടവർ ഓഫ് ലണ്ടൻ ബ്രിഡ്ജ്. അതാണ് നല്ല ബ്രിഡ്ജ് കാണാൻ. ലണ്ടൻ ബ്രിഡ്ജ് ഭയങ്കര അടിപൊളിയൊന്നുമല്ല, പക്ഷേ ഫേമസ് ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഞാൻ പോട്ടെ, എൻ്റെ ആൾക്കാർ ഫ്രണ്ടിൽ പോയി. ഞങ്ങളൊരു കത്തീഡ്രലിൽ പോണതാണ്, സൗത്ത് വാർക്ക് കത്തീഡ്രൽ. അത് കഴിഞ്ഞിട്ട് ബൊറോ മാർക്കറ്റ് പോയി ഫുഡ് അടിക്കണം. ദാറ്റ് ഈസ് ദ പ്ലാൻ. ഓക്കെ, ഞങ്ങൾ ബൊറോ മാർക്കറ്റിൽ വന്നേക്കണതാണ്. ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് ബൊറോ മാർക്കറ്റ്. ഒരു വലിയ മാർക്കറ്റാണ്, കുറേ ഫുഡും കാര്യങ്ങളൊക്കെ. എല്ലാവരുടെയും ഫുഡൊക്കെ ഭയങ്കര ഫുഡ് അടിച്ചുകൊണ്ടിരിക്കണതാണ്. ഇതെന്താ സീ ഫുഡും ഒരു ഡ്രിങ്കും. ഞങ്ങൾ 2 സീ ഫുഡ് എടുത്തേക്കണത്. എവലിൻ ഒരു ബർഗർ. എവലിൻ്റെ ബർഗർ അവിടെ, എവലിന് കയ്യിൽ പിടിക്കാൻ പോലും പറ്റുന്നുണ്ടോ ബർഗർ? ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നല്ലതാണോ? അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിലേക്ക് പോകണേ. ചെൽസി സ്റ്റേഡിയം, സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ്, ഫുള്ളും ബ്രോഡ്വേ. ഓൾ ചെൽസി ഫാൻസ്. ഞങ്ങൾ മാത്യു ഹാർഡിങ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ടിക്കറ്റ്. അങ്ങോട്ടേക്ക് പോകണേ. Where are we? North, upper, where? നോക്ക്.
ഞങ്ങൾ മാത്യു ഹാർഡിങ് സ്റ്റാൻഡിലാണ്. ഇയാളോട് ചോദിച്ചാൽ മതി. All the way there? Back here at Stamford Bridge, you can pick up your tickets today. പിക്കഡലി സ്ക്വയർ സർക്കസ് വന്നേക്കണതാണ്. അതൊരു സ്ക്വയറാണ്, നമ്മുടെ ന്യൂയോർക്ക് ടൈം സ്ക്വയറൊക്കെ വന്നമാതിരി. ബാക്ക്ഗ്രൗണ്ടിൽ ടൈം സ്ക്വയറൊക്കെ പോലെ ഇങ്ങനെ ബിൽ ബോർഡ്സൊക്കെ ഉണ്ട്. ഭയങ്കര ലൈറ്റഡ് ഇങ്ങനെ ഒരു സ്ട്രീറ്റാണ്. എല്ലാം കുറേ നല്ല നല്ല സ്ട്രീറ്റുകളുണ്ട് ഓരോരോ ഡയറക്ഷനിൽ. അങ്ങോട്ട് ഇത് ഇവിടുത്തെ ബിഗ് ബസ്. ഞങ്ങൾ ട്യൂബിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് പോകണേ. ഞങ്ങളുടെ എന്തിന് താഴെ നിന്ന് തന്നെ മുകളിലേക്ക് പോകണം. ഞങ്ങളിന്ന് ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകണതാണ് ഗാർഡ് ചേഞ്ച് കാണാൻ. ഇന്ന് ഈസ്റ്റർ ഡേ ആണ്. ഹാപ്പി ഈസ്റ്റർ. പിള്ളേർ രാവിലെ എനിക്കണുള്ളൂ. ഞങ്ങൾ രാവിലെ പോയില്ലെങ്കിൽ ഗാർഡ് ചേഞ്ചിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി. പിള്ളേർ പയ്യെ എനിക്ക് പോയി റെഡി ആവണമല്ലോ. ഞങ്ങൾ ഈ ഗ്രീൻ പാർക്കിൽ നടക്കുകയാണ്. ഇതാണ് ഗ്രീൻ പാർക്ക്. നല്ലൊരു പാർക്കാണ്. ഇവിടെ ആൾക്കാർ ഓടൽ, സ്റ്റൈൽ, എക്സസൈസ് ഒക്കെയാണ്. ബക്കിംഗ്ഹാം പാലസ് പോകണേ. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലേക്ക് ഓൾമോസ്റ്റ് എത്തി. ഇങ്ങനെ ഫുൾ ആൾക്കാർ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും ബേസിക്കലി ഗാർഡ് ചേഞ്ച് കാണാനായിട്ട് എല്ലാ സൈഡിൽ നിന്ന്. നമ്മളൊന്ന് ഗ്രീൻ പാർക്ക്, വന്യ പാലസ്. കണ്ട ആൾക്കാർ നിൽക്കണില്ല. എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നേക്കണേ രാവിലെ ഗാർഡ് ചേഞ്ച്. ഞങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യണം. അതൊരു വിക്ടോറിയ സെൻറ്റർ എന്ന് പറയും. ഇത് ബക്കിംഗ്ഹാം പാലസ്. ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഉണ്ടോ ഇവിടെ? നമ്മൾ ചുമ്മാ നടക്കണം സൈഡിൽ കൂടെ. അതിനകത്തേക്ക് പോകാൻ വേണമെങ്കിൽ സെൻറ്ററിൽ പോവാം. അവിടെ മുകളിലൊക്കെ നിൽക്കേണ്ട ആൾക്കാർ. ഈ തിരക്കുണ്ട്. ബക്കിംഗ്ഹാം പാലസ് നോക്കിയാൽ മഴ നടന്നു.
അങ്ങനെ ബക്കിംഗ്ഹാം പാലസ് ദൂരെ കാണാം. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. വേണലും ഗാർഡ്സൊക്കെ അങ്ങോട്ടേ കൂടെ നടക്കണ കാണാം. അങ്ങനെ ഗാർഡ്സ് സെൻറ്റ് ജെയിംസ് പാലസിൽ നിന്ന് വന്നതാണ്. എന്തോരോ ആൾക്കാരാ കണ്ടില്ല. ഇവിടെ പള്ളി പെരുന്നാളിലും കൂടുതൽ ആൾക്കാരുണ്ട് അവിടെ. ഞാനിവിടെ നിൽക്കണം ഒരു സാധനത്തിൻ്റെ പുറത്ത്. ഞാൻ നല്ല ഹൈ സ്പോട്ടിലാണ് കണ്ട. ബക്കിംഗ്ഹാം പാലസ് കാണാം. ഞാൻ VIP സ്പോട്ടിലാണ്. മുടിയൊക്കെ ശരിയാകട്ടെ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മില്ലേനിയം ഗ്ലൗസ്റ്റർ. അതിൻ്റെ ലോബി ഏരിയ നല്ലൊരു വലിയ ലോബി ഏരിയ. ഞങ്ങളിന്ന് ട്യൂബ് പിടിച്ച് പള്ളിയിൽ പോണേ ഈസ്റ്ററിന്. എന്നിട്ട് ജഹാൻ കയറി. എവലിനും അമ്മയും കയറണം. എവലിന് സെയിം ടിക്കറ്റ് മതി. ഞങ്ങൾ ഓൺ ദ വേ ടു കെൻസിങ്ടൺ പാലസാണ്. ഇത് കെൻസിങ്ടൺ ഗാർഡൻ. വളരെ ഒരു നല്ലൊരു ഓപ്പണായിട്ട് ഇങ്ങനെ ഗാർഡൻ, ആൾക്കാർക്ക് നടക്കാനും ഒരു ചെറിയ ലേക്ക്. ഏറ്റവും അട്രാക്ഷൻ കുറേ ഗൂസുകളാണ്. അല്ല ഗൂസല്ല, ഇത് സ്വാന, വൈറ്റ് കളർ. ഓഫ് എന്തോ ഒരു ഭയങ്കര തന്നെ നല്ല അട്രാക്ഷൻ. എന്ത് രസമല്ലേ ഇങ്ങനത്തെ വൈറ്റ് സ്വാനിനെ നിങ്ങൾ ഇത്രയും ക്ലോസപ്പ് വേറെ കണ്ടിട്ടുണ്ടോ? They have a tag on their leg. അതിൻ്റെ അടുത്തേക്ക് തന്നെ. ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിന് മുമ്പിൽ വന്നേക്കണതാണ്. രാത്രി വന്നേക്കണ. നല്ലൊരു വലിയ പള്ളിയാണ്. കണ്ടോ? പാർലമെൻറ്റ് പോലെ ഇരിക്കും കണ്ടല്ലോ. അവിടെ പോണേ അത്. അകത്ത് രാത്രി ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. അയ്യോ വലിയ പള്ളി.
ഞങ്ങൾ രാത്രി മില്ലേനിയം ബ്രിഡ്ജിൽ കൂടെ നടക്കണതാണ്, തെംസിൻ്റെ മുകളിൽ കൂടെ. അത് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ കാണാം. അവിടെ കുറേ ബിൽഡിങ്സ് കാണാം, സ്കൈ ഗാർഡൻ ബിൽഡിംഗ്. ഇത് ഷാർഡ് ബിൽഡിംഗ് ഉണ്ടായതിന് ലൈറ്റ് മുകളിലാണ്. നോക്കട്ടെ, അവിടെ ഈ തൊട്ടടുത്ത് കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. അതിൻ്റെ അപ്പുറത്ത് ടവർ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജ് അവിടെ കാണാം, ലണ്ടൻ. നല്ല വ്യൂ ആ ബാക്കിലെ പള്ളി കാണണം. ഷായിച്ചാനും ശിവചേച്ചിയും ദം ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറിലാണ്. ഷായിച്ചാൻ ഞാൻ ചോദിച്ചിട്ടും ആൻസർ ഒന്നും പറഞ്ഞില്ല. കുറേ മാജിക്കൽ പൗഡേഴ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ആകെ തല കൊണ്ടെടുത്ത് പറഞ്ഞു തന്നില്ല. My brother's house. So, do I have to buy a house? And I must too. എവലിൻ നോ യോണിങ്. ഇതേ ഇന്നത്തെ സ്പെഷ്യൽസ്. ഇതേ ദം ബിരിയാണി, സ്പെഷ്യൽ ദം ബിരിയാണി, കബാബ്സ്, സാലഡ്. എനിക്ക് വയ്യ, എന്തൊക്കെ സാധനങ്ങളാണ്.